ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 141 ദിവസം. ദാവീദിൻ്റെ സമാപന വചസ്സുകൾ. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 28-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 42 എന്നിവ വായിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മരണക്കിടക്കയിൽ വെച്ച് ദാവീദ് ഓർത്തെടുക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഭരണരഥത്തിൻ്റെ കടിഞ്ഞാൺ ദാവീദ് സോളമന് കൈമാറുന്നതായും ദേവാലയ നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായും നാം വായിക്കുന്നു. കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കാൻ, ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ, ഒരുമയും ഐക്യവും നഷ്ടപ്പെട്ട് ഭിന്നതയുടെ കനൽ വഴികളിലേക്ക് വീണുപോകാതിരിക്കാൻ ദൈവത്തോട് കൃപ ചോദിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം, ദാവീദിൻ്റെ സമാപന വചസ്സുകൾ. ദാവീദിൻ്റെ സമാപന വചസ്സുകളാണിവ. ജസ്സയുടെ പുത്രൻ ദാവീദിൻ്റെ അരുളപ്പാട്, യാക്കോബിൻ ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ഉന്നതസ്ഥാനീയനായ വീരപുരുഷൻ്റെ അരുളപ്പാട്. ഇസ്രായേലിൻ്റെ മോഹന വിജയഗീതങ്ങൾ. കർത്താവിൻ്റെ അരൂപി എന്നിലൂടെ സംസാരിക്കുന്നു. എൻ്റെ നാവിന്മേൽ അവിടുത്തെ ചൊല്ലാണുള്ളത്. ഇസ്രായേലിൻ്റെ ദൈവം അരുളി ചെയ്തു, ഇസ്രായേലിൻ്റെ ശില എന്നോട് സംസാരിച്ചു. മനുഷ്യർക്കിടയിൽ ഭരിക്കുന്ന നീതിമാൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ. സൂര്യൻ ഉദിക്കുമ്പോഴുള്ള പ്രഭാതത്തിൻ്റെ മേഘരഹിതമായ ഒരു പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണ് വെയിലിൽ നിന്ന് മഴയിൽ നിന്ന് വരുന്ന ഒരു ഭൂസസ്യജാലം പോലെ. എൻ്റെ ഭവനം ദൈവത്തോടൊത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. തീർച്ചയായും അവിടുന്നാണ് എനിക്കായി സർവ്വഥാ ക്രമവത്കൃതവും സംരക്ഷിതവുമായ ഒരു ശാശ്വത ഉടമ്പടി സ്ഥാപിച്ചത്. ആകയാൽ എൻ്റെ ഓരോ വിജയവും ഓരോ അഭിലാഷവും അവിടുന്ന് പൂവണിയിക്കാതിരിക്കുമോ? കൊള്ളരുതാത്തവൻ മുള്ളുപോലെയാണ്, അവരെല്ലാം ആട്ടിയോടിക്കപ്പെടുന്നു. അവ കൈകൊണ്ട് എടുക്കപ്പെടുകയില്ലല്ലോ. അവയെ തൊടുന്നയാൾ ഇരുമ്പിനാലും കുന്തത്തടിയാലും നിറയപ്പെട്ടിരിക്കും. അവ തലസ്ഥാനത്ത് തന്നെ തീയിൽ പൂർണ്ണമായും കത്തിക്കപ്പെടും. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ. ദാവീദിനുണ്ടായിരുന്ന വീരയോദ്ധാക്കളുടെ പേരുകൾ ഇവയാണ്: തഹ്യമോൻകാരനായ യോഷബ് ബാഷബത്ത്. മൂവരിൽ പ്രധാനിയായ അവൻ ഒറ്റ പ്രാവശ്യം 800 നിഹിതരുടെ മേൽ തൻ്റെ കുന്തത്തിൻ്റെ ആർത്തി തീർത്തവനാണ്. അവനുശേഷം അഹോഹ്യനായ ദോദിയുടെ മകൻ എലയാസർ. ഫിലിസ്തീയക്കാർ അവിടെ യുദ്ധത്തിനായി സമ്മേളിച്ചപ്പോൾ അവരെ ലഭ്യരാക്കുന്നതിൽ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന 3 യോദ്ധാക്കളിൽപ്പെട്ടവനാണവൻ. ഇസ്രായേൽ പൗരന്മാർ പിന്മാറിയപ്പോൾ അവൻ എഴുന്നേറ്റ് തൻ്റെ കൈ തളരും വരെ ഫിലിസ്തീയക്കാരെ പ്രഹരിച്ചു. അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയിരുന്നു. വലിയ രക്ഷയാണ് കർത്താവ് അന്ന് പ്രവർത്തിച്ചത്. അതിനുശേഷം കൊള്ളയടിക്കാൻ മാത്രം ജനം മടങ്ങി വന്നു. അവനുശേഷം ഹാരാറുകാരൻ അഗേയയുടെ മകൻ ഷമ്മ. ഫിലിസ്തീയക്കാർ ലഹയ്യായിൽ കൂട്ടം കൂടി. അവിടെ ചെറുപയർ ഇടതൂർന്നു നിന്ന അവകാശ വസ്തുവായ ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്തീയക്കാരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ ആ അവകാശ വസ്തുവിന് നടുവിൽ നിലയുറപ്പിച്ച് അതിനെ മോചിപ്പിക്കുകയും ഫിലിസ്തീയക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വൻ വിജയമാണ് കർത്താവ് നടപ്പിലാക്കിയത്. 30 തലവന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്തോടെ അതുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു.
അപ്പോൾ ഫിലിസ്തീയക്കാരുടെ ഒരു കൂട്ടം റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്തീയക്കാരുടെ പടയണി ബേത്ത്ലേഹമിൽ. ദാഹാർത്തനായി ദാവീദ് പറഞ്ഞു, കവാടത്തിങ്കലുള്ള ബേത്ത്ലേഹം കിണറ്റിൽ നിന്ന് ആരെനിക്ക് കുടിവെള്ളം എത്തിക്കും? അപ്പോൾ ആ 3 വീരന്മാർ ഫിലിസ്തീയക്കാരുടെ പാളയത്തിൽ അതിക്രമിച്ചു കടന്ന് കവാടത്തിങ്കലുള്ള ബേത്ത്ലേഹം കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചുമന്ന് ദാവീദിൻ്റെ പക്കൽ കൊണ്ടുവന്നു. എന്നാൽ അത് കുടിക്കാൻ അവൻ വിസമ്മതിച്ചു. അവനത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്യാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. സ്വന്തം ജീവനുമായി ചെന്ന ആളുകളുടെ രക്തമല്ലേ ഇത്? അത് കുടിക്കാൻ അവൻ സന്നദ്ധനായില്ല. ഇവയാണ് ആ 3 വീരന്മാർ ചെയ്തത്. സെരൂയായുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബിഷായി 30 പേരുടെ തലവനായിരുന്നു. 300 നിഹിതരുടെ മേൽ കുന്തം ചുഴറ്റിയത് അവനായിരുന്നു. 3 പേർക്കൊപ്പം അവനാണ് പേരുണ്ടായിരുന്നത്. 3 പേരെയും കാൾ തീർച്ചയായും അവനായിരുന്നില്ലേ ബഹുമാന്യനായത്. അവൻ അവരുടെ അധിപനായി തീർന്നു. എങ്കിലും അവൻ മൂവരോളം എത്തിയില്ല. യഹോയാദായുടെ മകൻ ബെനയ കപ്സലേലിൽ നിന്നുള്ള ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയും ധീരകൃത്യങ്ങൾക്ക് ഉടമയുമായിരുന്നു. 2 മൊവാബ് ശൂരന്മാരെ അവൻ നിഹനിച്ചു. ഒരു ഹിമപാത ദിനത്തിൽ അവൻ ഒരു കുഴിയിൽ ഇറങ്ങിച്ചെന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ദർശനസുഭകനായ ഒരു ഈജിപ്തുകാരനെയും വധിച്ചു. ആ ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ഈജിപ്തുകാരൻ്റെ പക്കലേക്ക് അവൻ ഒരു വടിയുമായി ഇറങ്ങിച്ചെന്ന് കുന്തം അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് അയാളുടെ കുന്തം കൊണ്ട് തന്നെ അയാളെ കൊന്നു. ഇവയാണ് യഹോയാദായുടെ മകൻ ബെനയ ചെയ്തത്. അങ്ങനെ 3 വീരന്മാരോടൊപ്പം അവന് പേരുണ്ടായി. 30 പേരേക്കാൾ അവനാണ് ബഹുമാന്യനായത്. എങ്കിലും മറ്റേ 3 എത്തിയില്ല. ദാവീദ് അവനെ തൻ്റെ സദസ്സിലേക്ക് നിയോഗിച്ചു. 30 പേരിൽ ഉൾപ്പെട്ടിരുന്നവർ യോവാബിൻ്റെ സഹോദരൻ അസഹേൽ, ബെത്ത്ലേഹംകാരൻ ദോദോയുടെ മകൻ എൽഹാനാൻ, ഹറോദുകാരൻ ഷമ്മ, ഹറോദുകാരൻ എലീക്കാം, പൽത്തിക്കാരൻ ഹെലസ്, തെക്കോവാക്കാരൻ യക്കേഷിൻ്റെ മകൻ ഈര, അനത്തോത്തുകാരൻ അബിയസർ, ഹുഷാദുകാരൻ മെബുന്നായി, അഹോഹുകാരൻ സൽമോൻ, നെതോഫാത്തുകാരൻ മഹരായി, നെതോഫാത്തുകാരൻ ബാനായുടെ മകൻ ഹെലബ്, ബെഞ്ചമിന്യരുടെ ഗബയായിൽ നിന്നുള്ള റീബായിയുടെ മകൻ ഇത്തായി, പിറാത്തോൻകാരൻ ബനാനിയ, ഗാഷിലെ താഴ്വരയിൽ നിന്നുള്ള ഹിദൈ, അർബാത്തുകാരൻ അബിയാൽമോൻ, ബർഹൂംകാരൻ അസ്മോവത്ത്, ഷാൽബോൻകാരൻ യൽഹബ, യാഷൻ്റെ പുത്രന്മാർ ജോനാഥൻ, ഹാരാറുകാരൻ ഷമ്മ, ആരാറുകാരൻ ഷറാറിൻ്റെ മകൻ അഹിയാം, മാഗാത്യനായ അഹസ്ബായിയുടെ മകൻ എലഫലത്ത്, ഗിലിയോൻകാരൻ അഹിത്തോഫലിൻ്റെ മകൻ എലിയാം, കാർമൽകാരൻ ഹെസ്രോ, അറബുകാരൻ പരായി, സൊബായിൽ നിന്നുള്ള നാഥാൻ്റെ മകൻ ഇഗാൽ, ഗാദുകാരൻ ബാനി, അമ്മോൻകാരൻ സെലക്, സെരൂയായുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബറോത്തുകാരൻ നഹ്റായി, ഇത്രക്കാരൻ ഈര, ഇത്രക്കാരൻ ഗാരബ്, ഹേത്തുകാരനായ ഊറിയ എന്നിവർ. ആകെ 37 പേരുണ്ടായിരുന്നു. വൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 28-ാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, രാജസേവകന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിൻ്റെയും പുത്രന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ, ഒപ്പം ഉദ്യോഗസ്ഥർ, ധീരന്മാർ, യുദ്ധവീരന്മാർ തുടങ്ങി ഇസ്രായേലിലെ എല്ലാ തലവന്മാരെയും ദാവീദ് ജെറൂസലേമിലേക്ക് വിളിച്ചുകൂട്ടി. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ജനമേ, എന്നെ ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനും ഒരു വിശ്രമസ്ഥലം പണിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പണിക്കുള്ള ഒരുക്കങ്ങളും ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുൾ ചെയ്തു,
നിനക്ക് എൻ്റെ നാമത്തിന് ഒരാലയം പണിയാനാവുകയില്ല. കാരണം യുദ്ധങ്ങൾ നടത്തിയവനാണ് നീ രക്തം ഒഴുക്കിയിട്ടുണ്ട്. ഇസ്രായേലിൽ എന്നേക്കും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബം മുഴുവനിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ നേതൃസ്ഥാനത്തിനായി യൂദാഗോത്രത്തെയും യൂദാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃകുടുംബത്തെയും അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നു. എൻ്റെ പിതാവിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ എന്നെ രാജാവാക്കാൻ അവിടുന്ന് തിരുമനസ്സായി. എൻ്റെ എല്ലാ പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നല്ലോ. ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിൻ്റെ പുത്രൻ സോളമൻ എൻ്റെ ആലയവും അങ്കണങ്ങളും പണിയും. കാരണം അവനെ ഞാൻ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. ഇന്നത്തെ പോലെ അവൻ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിന് ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ സമൂഹമായ ഇസ്രായേൽ മുഴുവൻ്റെയും മുമ്പാകെ നമ്മുടെ ദൈവം കേൾക്കെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഈ നല്ല ദേശം അവകാശമാക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി സ്വന്തമാക്കാനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കുകയും തേടുകയും ചെയ്യുവിൻ. എൻ്റെ മകനെ സോളമ, നിൻ്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും സന്തുഷ്ടമായ ആത്മാവോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. കാരണം കർത്താവ് ഹൃദയങ്ങൾ മുഴുവനും പരിശോധിച്ച് എല്ലാ ആലോചനകളുടെയും ചായ്വ് അറിയുന്നു. നീ അവിടുത്തെ അന്വേഷിച്ചാൽ അവിടുന്ന് നിനക്ക് ദൃശ്യനാകും. നീ അവിടുത്തെ ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ഇപ്പോൾ നോക്കൂ, വിശുദ്ധ മന്ദിരം പണിയുവാൻ കർത്താവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കരുത്താർജിച്ച് നീ പ്രവർത്തിക്കുക. തുടർന്ന് ദാവീദ് ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളികമുറികൾ, ഉള്ളറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ രൂപരേഖ പുത്രൻ സോളമനെ ഏൽപ്പിച്ചു. അവൻ്റെ മനസ്സിലുണ്ടായിരുന്നവയുടെ രൂപരേഖ ഇവയാണ്: കർത്തൃഭവനത്തിൻ്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, വിശുദ്ധ വസ്തുക്കളുടെ സംഭരണശാലകൾ, പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങൾ, കർത്തൃഭവനത്തിലെ ഓരോ ശുശ്രൂഷാകർമ്മവും, കർത്തൃഭവനത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ പാത്രങ്ങളും, ശുശ്രൂഷയോരോന്നിനുമുള്ള പൊൻപാത്രങ്ങൾക്കെല്ലാം വേണ്ട തൂക്കത്തിന് സ്വർണം, ഓരോ ശുശ്രൂഷയ്ക്കുമുള്ള പാത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ട തൂക്കത്തിന് വെള്ളി, ഓരോ വിളക്കുകാലിനും അതിൻ്റെ വിളക്കുകൾക്കുമുള്ള തൂക്കമനുസരിച്ച് സ്വർണ്ണ വിളക്കുകാലുകൾക്കും അവയുടെ വിളക്കുകാലുകൾക്കും വേണ്ട തൂക്കത്തിന് സ്വർണം, ഓരോ വിളക്കുകാലിൻ്റെയും ഉപയോഗമനുസരിച്ച് വിളക്കുകാലിനും അതിൻ്റെ വിളക്കുകൾക്കും വേണ്ട തൂക്കത്തിന് വിളക്കുകാലുകളുടെ വെള്ളി, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശകൾക്കുള്ള ഓരോ മേശയ്ക്കും വേണ്ട തൂക്കത്തിന് സ്വർണം, വെള്ളിമേശകൾക്ക് വേണ്ട വെള്ളി, മുൾക്കരണ്ടികൾ, പാത്രങ്ങൾ, ചഷകങ്ങൾ എന്നിവയ്ക്ക് വേണ്ട ശുദ്ധസ്വർണം, സ്വർണ്ണക്കോപ്പകൾക്ക് ഓരോ കോപ്പയുടെയും തൂക്കത്തിന് സ്വർണം, വെള്ളിക്കോപ്പകൾക്ക് ഓരോ കോപ്പയുടെയും തൂക്കത്തിന് വെള്ളി, ധൂപ ബലിപീഠത്തിന് വേണ്ട തൂക്കത്തിന് ശുദ്ധീകരിച്ച സ്വർണം, കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം മറച്ച് വിരിച്ചു നിൽക്കുന്ന സ്വർണ്ണ കെരൂബുകളോടുകൂടിയ രഥരൂപം, ഇവയെല്ലാം രൂപരേഖപ്രകാരമുള്ള ജോലികളെല്ലാം ലിഖിതത്തിലൂടെ അവൻ അയാൾക്ക് കർത്താവിൻ്റെ ശക്തിയാൽ വ്യക്തമാക്കി കൊടുത്തു. ദാവീദ് തൻ്റെ പുത്രൻ സോളമനോട് പറഞ്ഞു, കരുത്തനും ധീരനുമായി നീ പ്രവർത്തിക്കുക, ഭയമോ ശങ്കയോ വേണ്ട. എന്നാൽ കർത്താവായ ദൈവം, എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും ജോലികൾ പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ വിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഇതാ ദേവാലയത്തിൻ്റെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങൾ. ഈ ഓരോ ജോലിയിലും എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ട ജ്ഞാനത്തിൽ നിപുണരായവരും നേതാക്കന്മാരും നിൻ്റെ എല്ലാ ആജ്ഞകളും അനുവർത്തിക്കുന്ന ജനം മുഴുവനും നിന്നോടൊത്തുണ്ട്. സങ്കീർത്തനങ്ങൾ 42. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. ഗായിക നേതാവിന് പ്രബോധനഗീതം കുറഹ്യരുടേത്. നീർച്ചാലിനായി കാക്ഷിക്കുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി കാക്ഷിക്കുന്നു. ദൈവത്തിനായി ജീവിക്കുന്ന തമ്പുരാനുമായി എൻ്റെ ആത്മാവ് ദാഹിച്ചു.
എപ്പോഴാണ് ഞാൻ ചെന്ന് ദൈവത്തിൻ്റെ മുഖം കാണുക? എവിടെ എൻ്റെ ദൈവമെന്ന് അവർ ദിവസം മുഴുവൻ എന്നോട് ചോദിക്കുന്നതിനാൽ രാപകൽ എൻ്റെ കണ്ണീർ എനിക്ക് ഭക്ഷണമായി. ഇവ ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ മേൽ ചൊരിയുന്നു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ കടന്നുപോയി. ഉത്സവമാചരിക്കുന്ന ഒപ്പം ആനന്ദത്തിൻ്റെയും കൃതജ്ഞതയുടെയും ആരവത്തോടെ ദൈവഭവനത്തിലേക്ക് പ്രദക്ഷിണമായി പോയി. എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? എന്തിനു നീ എന്നിൽ അസ്വസ്ഥപ്പെടുന്നു? നീ ദൈവത്തിനായി കാത്തിരിക്കുക. തീർച്ചയായും തിരുമുഖത്തെ രക്ഷയെ പ്രതി ഇനിയും ഞാൻ അവിടുത്തെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നെക്കുറിച്ച് വിഷാദം പൂണ്ടിരിക്കുന്നു. ആകയാൽ ഞാൻ ജോർദാൻ പ്രദേശത്തു നിന്നും ഹെർമോൺ ശൃംഗങ്ങളിൽ നിന്നും മിസാർ മലയിൽ നിന്നും അങ്ങയെ അനുസ്മരിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തിലേക്ക് വിളിക്കുന്നു. അങ്ങയുടെ സകല തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോയി. പകൽ കർത്താവ് തൻ്റെ കാരുണ്യം അയക്കുന്നു. രാത്രിയിൽ എന്നോടുകൂടെ എൻ്റെ ജീവൻ്റെ തമ്പുരാനോടുള്ള പ്രാർത്ഥനാഗാനമുണ്ട്. എൻ്റെ ശിലയായ തമ്പുരാനോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് എന്നെ മറന്നത് എന്തുകൊണ്ട്? ശത്രുവിൻ്റെ പീഡനം മൂലം ഞാൻ വിലപിച്ചു നടക്കേണ്ടത് എന്തുകൊണ്ട്? നിൻ്റെ ദൈവം എവിടെയെന്ന് ദിവസേന എന്നോട് ചോദിച്ച് എൻ്റെ എതിരാളികൾ എന്നെ നിന്ദിക്കുന്നു. എൻ്റെ അസ്ഥികളിലെ ഒടിവ് പോലെയാണത്. എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിന് എന്നിൽ അസ്വസ്ഥപ്പെടുന്നു? നീ ദൈവത്തിനായി കാത്തിരിക്കുക. എൻ്റെ മുഖത്തിൻ്റെ രക്ഷയും എൻ്റെ ദൈവവുമായ അവിടുത്തെ ഇനിയും ഞാൻ തീർച്ചയായും സ്തുതിക്കും.